കുട്ടികൾ പരാജയപ്പെടുമ്പോൾ അവരെ അഭിനന്ദിക്കൂ. കാരണം അവരുടെ ആത്മവിശ്വാസം ഉയർത്തുവാൻ വേണ്ടി അത് ഉപകരിക്കും. കാരണം നമ്മുടെ കുട്ടികൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു കാര്യം, രക്ഷകർത്താക്കൾക്ക് വലിയ പങ്കുണ്ട്, അധ്യാപകർക്ക് പങ്കുണ്ട്, എല്ലായ്പ്പോഴും വിജയിക്കണമെന്നുള്ളത്. അതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സാധ്യമല്ല. നമുക്കറിയാം, ഈ ലോകത്ത് വിജയിച്ച് ആരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അനേക തവണ, ആയിരക്കണക്കിന് തവണ പരാജയപ്പെട്ടിട്ടാണ് ഓരോരുത്തരും വിജയിച്ചിട്ടുള്ളത്. അതായത് പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുവാൻ കുട്ടികളെ പഠിപ്പിക്കണം. കാരണം പാഠം ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്നത്തെ ഏറ്റവും വലിയ ശാസ്ത്രശാഖകൾ വളർന്നത്, നമ്മുടെ ടെക്നോളജികൾ വളർന്നത്, അല്ലെങ്കിൽ സകലതും വളർന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടാണ്. ഒരു മനുഷ്യനും എല്ലായ്പ്പോഴും വിജയിക്കാൻ സാധിക്കുകയില്ല. കാരണം ഇന്നത്തെ കുട്ടികൾക്ക് പരാജയം എന്ന് പറയുന്നത് താങ്ങാൻ കഴിയാത്ത ധാരാളം ആത്മഹത്യകൾ. കുട്ടികൾ നമുക്കറിയാം, 10ാം ക്ലാസ്സും പ്ലസ് 2 ഒക്കെ പരാജയപ്പെടുമ്പോൾ കുട്ടികൾ ആത്മഹത്യ, അല്ലെങ്കിൽ വിചാരിക്കുന്ന മാർക്ക് കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ നീറ്റിന് റാങ്ക് ലിസ്റ്റിൽ വരാതിരിക്കുമ്പോൾ, ഇതൊരു ഭയാനകമായ ഒരു കാര്യമാണ്. കുട്ടികളെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കാത്ത ഒരു കാര്യമാണ്. കുട്ടികൾക്ക് പരാജയം എന്തോ മോശപ്പെട്ട കാര്യമാണ് എന്ന് നാം പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു ധാരണ അവൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ്. അത് കുട്ടികളെ ഒരിക്കലും നമ്മൾ അങ്ങനെ പഠിപ്പിക്കരുത്. കാരണം പരാജയം എന്ന് പറയുന്നത്, അവർക്ക് വിജയിച്ചവരുടെ കഥകൾ നമുക്കറിയാം. ഇന്നത്തെ ഏറ്റവും വലിയ സമ്പന്നരെ എടുത്തു കഴിഞ്ഞാൽ, ഏറ്റവും വലിയ എഴുത്തുകാരെ എടുത്തു കഴിഞ്ഞാൽ, ഏറ്റവും വലിയ ഏത് മേഖലയിലും ഉന്നതന്മാരായ ആൾക്കാരെ നിങ്ങൾ എടുത്തു നോക്കൂ, അയാളുടെ പുറകിൽ 1000 പരാജിത കഥകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കണം. പരാജയപ്പെട്ടു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും വിജയിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരാജയത്തിൽ നിന്നും മനുഷ്യൻ പാഠം ഉൾക്കൊള്ളുമ്പോഴാണ്. ഒരു കുട്ടി ജനിച്ചുടൻ നടക്കാൻ പഠിക്കുന്നില്ല. ആ കുട്ടി അനേക പ്രാവശ്യം വീണെണീറ്റിട്ടാണ് ആ കുട്ടി നടക്കാൻ പഠിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും നമ്മളൊരു ഡ്രൈവിംഗ് പഠിച്ചു എന്ന് വെച്ചു, നിങ്ങളെല്ലാവരും വണ്ടി ഓടിക്കുന്നവരാണ്. എത്രയോ പ്രാവശ്യം നിങ്ങൾ ചിലപ്പോൾ വണ്ടിയെ കൊണ്ട് തള്ളിയിട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ എത്ര പ്രാവശ്യം തെറ്റി ഓടിച്ച് എന്തെല്ലാം ബുദ്ധിമുട്ട് അനുഭവം, എന്നിട്ട് മാത്രമല്ലേ നിങ്ങൾ അത് പാഠം പഠിച്ചത്. അപ്പോൾ ഏതു മനുഷ്യനും പരാജയം, കുട്ടികളോട് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് പരാജയം ഏറ്റവും നല്ല കാര്യമാണെന്നും, പരാജയപ്പെടുമ്പോൾ എവിടെയാണ് പരാജയപ്പെട്ടത്, ആ പരാജയപ്പെട്ടതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി അതിനെ തിരുത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകുമെന്ന് പറയണം. പിന്നെ മനുഷ്യർ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും എല്ലായ്പ്പോഴും വിജയം എന്ന് പറയുന്നത് ലോകത്താർക്കും സാധിക്കാത്ത കാര്യമാണ്. മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് സുഖദുഃഖ സമ്മിശ്രമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ പരാജയങ്ങളും ഉണ്ടാകാം. പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലായ്പ്പോഴും വിജയങ്ങൾ ഉണ്ടാവില്ല. എല്ലായ്പ്പോഴും പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ വിജയത്തിന് മധുരമുള്ളൂ. നമ്മൾ സ്വാഭാവികമായിട്ട് പറയുന്നത്, ഈ എല്ലാവർക്കും മധുരം ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ്? കയ്പെന്നുള്ള രുചി ഉള്ളത് കൊണ്ടാണ്. എല്ലാ സാധനവും മധുരമാണെങ്കിൽ എത്രയോ മധുരം ബോറാകുമായിരുന്നു. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ കുട്ടികളുടെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കണം. ആത്മവിശ്വാസം കുട്ടികളെ കൊടുക്കണം. ഇന്നത്തെ കുട്ടിക്ക് എല്ലാം ഉണ്ട്, ആഹാരമുണ്ട്, വസ്ത്രമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, അവൻ ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കുന്നുണ്ട്. പക്ഷെ അവന് ആത്മവിശ്വാസമില്ല. ആ ആത്മവിശ്വാസം ഇല്ലാതെ വരുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ പല പരാജയങ്ങളും സംഭവിക്കും. അപ്പോൾ പഠനം മാത്രമാണ് ജീവിത വിജയത്തിന് ഉതകുന്നത് എന്ന് പഠിപ്പിച്ചു കൊടുക്കരുത്. കാരണം അറിയാം, എൻ്റെ കൂടി പഠിച്ചതിൽ തന്നെ ധാരാളം പേര് ഒരക്ഷരം അന്ന് എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാത്ത ആൾക്കാർ ഇന്നൊക്കെ വലിയ വലിയ പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഇത് കുറേ അക്ഷരം പഠിക്കൽ മാത്രമല്ല വിജയത്തിൻ്റെ ആധാരം. അപ്പോൾ കുട്ടികളെ പരാജയം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്നും, പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് വലിയ വിജയങ്ങൾ നേടണമെന്നും കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുക.